എടോ, ഒരു പുതിയ വിശേഷമുണ്ട്. സച്ചി അർച്ചനയെ കണ്ടു. എവിടെ വെച്ച്? എന്നിട്ട് അർച്ചന എവിടെ? കഥയൊക്കെ ഇയാള് വിശദമായി പറയും. ഞാനിപ്പോ വരാം. സച്ചി, എന്താ ഉണ്ടായത്? ഹർഷൻ പറഞ്ഞത് സത്യമാണോ? സത്യം മേഡം. ഞാൻ എന്റെ അർച്ചനയെ കണ്ടിരുന്നു. പക്ഷേ എന്തൊക്കെയാ ഹർഷൻ ഇവിടെ സംഭവിച്ചത്? നമ്മൾ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ എല്ലാം കഴിഞ്ഞു. കോഫി കുടിക്കേ. ഇപ്പൊ എനിക്ക് നല്ല പ്രതീക്ഷയാ. എന്റെ അർച്ചന എനിക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. അതിന്റെ സൂചനയാ ഇപ്പൊ സംഭവിച്ചതല്ല. തന്റെ അന്വേഷണത്തിന് ഫലം ഉണ്ടാവാതിരിക്കില്ലടോ. അതിരിക്കട്ടെ, എന്തായി താൻ പോയ കാര്യം? ഞാൻ ആകെ നിരാശയിലെ ഹർഷൻ. അതെന്തു പറ്റി? അവരാ പെൺകുട്ടിയെ ആകെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുന്നു. സത്യത്തിൽ അവളുടെ പെരുമാറ്റമാണ് എന്നെ ഞെട്ടിച്ചത്. സമൃദ്ധിക്ക് എന്താ പറ്റിയത്? എന്തിനാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്? നിങ്ങളിതൊക്കെ എന്തിനാ ചോദിക്കുന്നത്? എനിക്ക് നല്ല ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി സമൃദ്ധയ്ക്ക് നിങ്ങളെ കൊണ്ടൊരു ആവശ്യം വരില്ല. പേഷ്യന്റിനെ ക്യാൻവാസ് ചെയ്യാൻ വീടുകൾ തോറും കയറി ഇറങ്ങുന്ന സൈക്കാട്രിസ്റ്റിനെ ആദ്യമായിട്ടാ ഞാൻ കാണുന്നേ. ഞാൻ ആദ്യം പറഞ്ഞതല്ലേ അവിടെ പോണ്ടാന്ന്. ഒരു പേഷ്യന്റിനോടും ഇത്രയ്ക്കൊരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് പാടില്ല. കാരുണ്യാവാം, പക്ഷേ അത് അധികമായ ചിലപ്പോ പ്രൊഫഷണൽ ലിമിറ്റ് കടന്നുപോകും. ഞാൻ എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് ഹർഷൻ അറിയില്ലേ? എടോ, ഞാൻ തന്നെ കുറ്റപ്പെടുത്തിയതല്ല. പക്ഷെ ഇതിന്റെ അവസാനം എന്താവും? ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കും എല്ലാത്തിന്റെ അവസാനം. അവള് വല്ലാതെ മാറിപ്പോയി. അവര് ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റിയെന്ന് പറയുന്നതാ ശരി. അത് വിട്ടേക്ക്. ഇനി താൻ അതിന്റെ പിന്നാലെ പോണ്ട.